വയനാട്ടിലെ വയലേലകളിൽ ഇപ്പോൾ മയിലുകൾ മേഞ്ഞു നടക്കുകയാണ്. ജില്ലയിലെ കാടുകളിൽ പണ്ടേ ധാരാളം മയിലുകൾ ഉണ്ടെങ്കിലും നാട്ടിൻപുറങ്ങളിൽ മയിലുകളെ കാണാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. ഇവയുടെ സാന്നിധ്യത്തിന്റെ മുഖ്യ കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. വനങ്ങളിലും വനാതിർത്തികളിലും മാത്രം കണ്ടിരുന്ന ഈ കാഴ്ച ഇപ്പോൾ വയനാട്ടിലെ എല്ലായിടത്തുമുണ്ട്. മിക്ക ഗ്രാമങ്ങളും ഉണരുന്നത് മയിലിന്റെ കരച്ചിൽ കേട്ടാണ്. കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് മയിലുകളുടെ കാടിറക്കത്തിന് കാരണമായി പറയുന്നത്. മയിലുകളെ പിടികൂടുന്ന കുറുക്കന്മാരുൾപ്പെടെയുള്ള ജീവികൾ നാട്ടിൻപുറങ്ങളിൽ ഇല്ലാതായതും ഇവയുടെ വ്യാപനത്തിന് കാരണമാകുന്നുണ്ട്. വയനാടിനെ സംബന്ധിച്ച് ഡ്രൈനസ് കുറച്ചും കൂടിയിട്ട് വരുന്ന സ്ഥലങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഇപ്പം നമ്മൾ മയിലിനെ കാണുന്നുണ്ട്. പക്ഷേ സ്പീഷീസുകളുടെ എക്സ്പാൻഷൻ യഥാർത്ഥത്തിൽ പഠിച്ചിട്ടുള്ള സമയത്ത് ഈ കാലാവസ്ഥാ മാറ്റങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഭൂപ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളും ഇതിനെ ബാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മയിലുകളുടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെൻറ്റിനെ ഈ കാലാവസ്ഥാ മാറ്റങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊന്ന് വലിയ മയിലുകളെ പ്രിഡേറ്റ് ചെയ്യുന്ന ജാക്കിൾസ് പോലുള്ള ആളുകൾ ഇല്ലാതെയായി എന്നുള്ളതാണ്. വയലുകളിൽ മയിലുകൾ മേയുന്നത് കാണാൻ ഭംഗിയുള്ള കാഴ്ചയാണെങ്കിലും കർഷകർക്ക് അതത്ര സുഖകരമല്ല. നെല്ലും പച്ചക്കറിയും ഉൾപ്പെടെയുള്ള വിളകൾ ഇവ വ്യാപകമായി നശിപ്പിക്കും. വിളകൾ നശിപ്പിക്കുന്നത് കർഷകനെ സംബന്ധിച്ച് പ്രയാസം തന്നെയാണ്. മുൻപുണ്ടായിരുന്നതിനേക്കാളേറെ ഒരുവിധം നഗരങ്ങളോട് ചേർന്നിട്ട് പോലും മയിലുകളെ കാണുന്നുണ്ട് അപ്പം പ്രത്യേകിച്ച് നെൽകൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നെൽപ്പാടങ്ങളിൽ ഒരു കൂട്ടത്തോടു കൂടിയിട്ട് എത്തുന്നുണ്ട് ഈ സമയങ്ങളിൽ. കാട്ടാനയും കുരങ്ങും ഉൾപ്പെടെയുള്ള വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടുന്ന വയനാട്ടിലെ കർഷകർക്ക് പുതിയ ഭീഷണിയാവുകയാണ് മയിലുകൾ. മാതൃഭൂമി ന്യൂസ്, വയനാട്. എന്ത് ഭംഗിയുള്ള കാഴ്ചയാണല്ലേ. പക്ഷെ ഭംഗി മാത്രമല്ല കേട്ടോ, കുറച്ച് പ്രശ്നങ്ങൾ കൂടി അതിന് പിന്നിലുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണ്. കാണാനുള്ള ഭംഗി മാത്രമല്ല, അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് കർഷകരുടെ അഭിപ്രായത്തിൽ പറയുന്നത്. കൃഷിനാശം വ്യാപകമായി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ദുരിതം കൂടി ഇതിനൊപ്പം നമ്മൾ കാണണം എന്നുള്ളതാണ്. എം കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, ഈ സമീപകാലങ്ങളിലായി അത്ര ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളല്ലാത്ത ഇടത്തൊക്കെ ഈ മയിലുകളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അങ്ങനെ കാടിറങ്ങി വരുന്നുണ്ട്. കാണാനുള്ള ഭംഗിക്കപ്പുറം കുറെ പ്രശ്നങ്ങൾ കൂടിയുണ്ട് എന്നുള്ളത് അതിനൊപ്പം കർഷകർ സൂചിപ്പിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമാണല്ലേ ഇവറ്റകൾ ഇങ്ങനെ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണമായി വിദഗ്ധർ പറയുന്നത്. മുമ്പൊക്കെ വയനാട്ടിലെ ആളുകൾക്കും മയിൽ ഒരു കൗതുക കാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ മൈസൂരിലേക്കോ അല്ലെങ്കിൽ തിരുനെല്ലിയിലേക്കൊക്കെ വനത്തിലൂടെ ഉള്ള റോഡിലൂടെ പോകുമ്പോൾ റോഡരികിലൊക്കെ മയിലിനെ കാണാം. അങ്ങനെ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് മയിലുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും മയിലുകളാണ്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം, ഒരു വയലാണ്, കൊയ്ത്ത് കഴിഞ്ഞ മയിലുകൾ മേഞ്ഞ് നടക്കുകയാണ്, കുറേ എണ്ണം എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. രാവിലെയൊക്കെ മയിലിൻ്റെ കരച്ചിലിപ്പോൾ വയനാടിൻ്റെ എല്ലാ ഭാഗത്തും കേൾക്കാം. കാണാനൊക്കെ സുഖമുള്ള കാഴ്ചയാണ്. മയിലിനെ കാണുന്നതും അത് പീലി വിടർത്തി ആടുന്നതും ഒക്കെ രസമുള്ള കാഴ്ചയാണ്. പക്ഷേ അതത്ര നല്ല ഒരു സൈൻ അല്ല ഈ മയിലുകൾ ഇങ്ങനെ പുറത്തിറങ്ങുന്നത് എന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. കാരണം പ്രത്യേകിച്ച് അതിൻ്റെ കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രധാന കാരണം. അതിൽ തന്നെ വരണ്ട പ്രദേശങ്ങളാണ് മയിൽ കൂടുതലുണ്ടാവുക. അപ്പോൾ അങ്ങനെ കൂടുതൽ വരണ്ടതാകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാകാം. അതുപോലെ തന്നെ ഈ ജൈവ ചക്രത്തിലെ തെറ്റലുകൾ, അതിൻ്റെ ഒരു ബാലൻസ് ഇല്ലാതാകുന്നത്, മയിലിനെ പിടികൂടിയിരുന്നത് കുറുക്കന്മാരാണ് മുമ്പ്. ഇപ്പോൾ വയനാട്ടിൽ എവിടെയും കുറുക്കന്മാരില്ല. പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിലൊന്നും അത്തരത്തിൽ മയിലിന് പേടിയുള്ള മറ്റു മൃഗങ്ങളൊന്നും ഇല്ലാതായി. അങ്ങനെ മയിലിൻ്റെ എണ്ണം കൂടുന്നു. ഇത് ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് കർഷകർക്കാണ്. കാരണം മയിലിൻ്റെ ഒരു കൂട്ടം വന്നിറങ്ങിയാൽ ഏക്കർ കണക്കിന് പാടത്തെ നെൽകൃഷിയൊക്കെ ഒറ്റയടിക്ക് നശിപ്പിക്കാൻ മയിലുകൾക്ക് കഴിയും. അതുപോലെ തന്നെ പച്ചക്കറിയും മറ്റു വിളകളും ഒക്കെ നശിപ്പിക്കും. എന്തായാലും ഇത്തരത്തിൽ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണ്. ആദ്യമൊക്കെ ഒരു തവണ ഒരു മയിലിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ കൗതുകമൊക്കെ തോന്നും. പക്ഷെ ഇപ്പോൾ ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. അങ്ങനെ കൂട്ടമായി വരുമ്പോൾ കൃഷിനാശം സംഭവിക്കുന്നു, കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതിലൊരു ഇടപെടൽ വേണമെന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം.